കൊച്ചിയിൽ വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. ഫോർട്ട് കൊച്ചി സ്വദേശിയായ യുവതിയിൽ നിന്നും 95,000 രൂപ തട്ടിയെടുത്തു. വാട്സാപ്പിൽ ലിങ്ക് അയച്ചു നൽകിയായിരുന്നു തട്ടിപ്പ്. അർജുൻ മട്ടന്നൂർ വിവരങ്ങൾ നൽകും. അർജുൻ, എന്താണ് ഈ ഓൺലൈൻ തട്ടിപ്പ്, എങ്ങനെയാണ്? സ്മൃതി, കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപാണ് ഇത്തരമൊരു ഓൺലൈൻ തട്ടിപ്പ് ഉണ്ടായത്. ഫോർട്ട് കൊച്ചി സ്വദേശിയായ ഒരു സ്ത്രീയുടെ മൊബൈൽ ഫോൺ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു ലിങ്ക് അയച്ചു നൽകുന്നു. അത് ആ സ്ത്രീ തുറന്നപ്പോൾ അതിന് പിന്നാലെ ഈ ഫോണിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം മറ്റൊരു കൈകളിലേക്ക് എത്തുകയും അത്തരത്തിൽ ആ ഫോൺ നിയന്ത്രിച്ച് ആ ഫോണിലൂടെ അക്കൗണ്ടിലെ ഏതാണ്ട് 95,000 രൂപ കൈക്കലാക്കുകയുമാണ് ചെയ്തത്. ഈ സ്ത്രീയുടെ കനറ ബാങ്ക് അക്കൗണ്ടിലുണ്ടായിരുന്ന 95,000 രൂപ മറ്റൊരു യെസ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇതിൽ ഇപ്പോൾ ഫോർട്ട് കൊച്ചി പോലീസിൽ പരാതി ലഭിച്ചതിനെ തുടർന്ന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. നിലവിൽ ഇത്തരം നിരവധി തട്ടിപ്പുകൾ ഈ കൊച്ചിയിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മറ്റൊരു തട്ടിപ്പ് 26 കോടി രൂപയുടെ ഓൺലൈൻ തട്ടിപ്പും ഉണ്ടായിട്ടുണ്ട്. സൈപ്രസ് മാഫിയ ആണ് ഇതിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും അല്പസമയം മുമ്പ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞത് ഈ ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിപുലമായ അന്വേഷണം തന്നെ പോലീസ് നടത്തുന്നുണ്ട്. നേരത്തെ ഉണ്ടായ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ചില നിർണായകമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും പോലീസ് പങ്കുവെക്കുന്നു. കേരളത്തിനകത്തു തന്നെയുള്ള തട്ടിപ്പാണോ അർജുൻ? ഇത്തരത്തിൽ രാജ്യാന്തര ബന്ധമുള്ള ഒരു തട്ടിപ്പാണ് എന്നതാണ് പ്രാഥമികമായ നിഗമനം. പക്ഷേ ചില തട്ടിപ്പുകൾ അത് രാജ്യത്തിനകത്തുള്ള ചില അക്കൗണ്ടുകളിലേക്കാണ് പണം പോയത് എന്ന സൂചനയും പോലീസിന് ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കൊച്ചി എളംകുളത്തെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉടമയിൽ നിന്ന് 26 കോടി രൂപ തട്ടിയത്. 2023-25 കാലയളവിലാണ് തട്ടിപ്പ് നടന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് കേസെടുത്തത്. capitalix.com എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈൻ ട്രേഡിംഗ് നടത്തിയാൽ ലാഭം കൊയ്യാം എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ തട്ടിപ്പ് നടന്നത്. പക്ഷേ ഇത് പുതുതായി രജിസ്റ്റർ ചെയ്ത ഫോർട്ട് കൊച്ചിയിലെ കേസ് അത് വാട്സപ്പിൽ ലിങ്ക് അയച്ച് ഫോണിന്റെ പൂർണ്ണമായ നിയന്ത്രണം കൈവശപ്പെടുത്തി അത്തരത്തിൽ ഫോൺ വഴി ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള പണം തട്ടുകയാണ് ചെയ്തത്. വിവിധ തരത്തിലുള്ള സൈബർ തട്ടിപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച വിപുലമായ അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കേസിലാണ് ഇപ്പോൾ ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നത്. അതേസമയം ഫോർട്ട് കൊച്ചിയിലെ പരാതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസിന്റെ അന്വേഷണം ഇപ്പോൾ പോലീസ് ആരംഭിച്ചതേയുള്ളൂ. സ്മൃതി.